സിബിൻ, പൂജ, ജാൻമണി എന്നിവരടങ്ങുന്ന പവർ ടീം ഏറ്റവും മികച്ചതും പവർഫുൾ ആയിട്ടുള്ളതുമായ ഒരു പവർ ടീമായിരുന്നു സീസൺ 6. ഏറ്റവും മികച്ച പവർ ടീമായിട്ട് എനിക്ക് തോന്നിയത് അവരെയാണ്. ആ പവർ ഉപയോഗിക്കുന്നതിലാണെങ്കിലും ആ പവർ ദണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് അവരാ ഒരു ടാസ്കുകളിലുള്ള ഇടപെടലായിക്കോട്ടെ, അവരുടെ മീറ്റിങ്ങുകളായിക്കോട്ടെ, കോർട്ട് റൂം ആയിക്കോട്ടെ, ഗംഭീരമായിട്ടാണ് അവരതിനെ കൈകാര്യം ചെയ്തത്. അതിപ്പോൾ പൂജയാണെങ്കിലും ആ പവർ ദണ്ട് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ അതിനൊരു പവർ നമുക്ക് തോന്നിയിട്ടുണ്ട്. ജാൻമണി ആണെങ്കിലും ജാൻമണിക്ക് അധികാരം അല്ലെങ്കിൽ ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അത് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കും. സിബിൻ ആണെങ്കിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ആ പവർ ടീമിനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചൊരു പ്ലെയറാണ്. സോ പവർ ടീം എന്താണെന്നും പവർ എന്താണെന്നും നമ്മൾ സിബിനും പൂജയും ഒക്കെ ഉള്ളപ്പോഴാണ് മനസ്സിലാക്കിയത് അല്ലേ. പക്ഷെ ഇപ്പോൾ അവിടെ പവർ ടീം കാണുന്നുണ്ടോ? പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നിലവിൽ അവിടെ ഒരു പവർ ടീമിനെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. പകരം ഞാൻ അവിടെ കാണുന്നത് ഒരു വാഴത്തോട്ടം മാത്രമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ കുറവുകളും ബിഗ് ബോസ് വീടിനകത്ത് ഇപ്പോഴുണ്ട്. ഒരടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരിടമായത് മാറിക്കഴിഞ്ഞു. പിന്നെ പവർ ടീമിനെ വാഴത്തോട്ടമാക്കി മാറ്റിയതിൽ ബോസേട്ടന് വളരെ നല്ലൊരു പങ്കുണ്ട്. കാരണം വളരെ നന്നായി പെർഫോം ചെയ്ത ഒരു പവർ ടീമിനെയും അതിലെ അംഗങ്ങളെയും അവിടെ ഇട്ട് ചവിട്ടി അരച്ചപ്പോൾ എന്തു പറ്റി? അവിടെ പിന്നെ പകരം മുളച്ചതെല്ലാം വാഴകളായിരുന്നു. അങ്ങനെ പവർ ടീമിന്റെ പവർ റൂം ഒരു വാഴത്തോട്ടമായി മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വാഴത്തോട്ടമായി മാറിയിരിക്കുകയാണ്.